നാട്ടിലെ കാര്യം സാധിക്കാൻ പ്രൈസ് ദി ലോർഡ് കൊള്ളാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ മതി. എനിക്കൊരു പാസ്പോർട്ട് ഉള്ളപ്പോൾ ഹോളി ലാൻഡിൽ പോകാൻ ഒരു സെക്കൻഡ് പാസ്പോർട്ട് എടുത്തു. അങ്ങനെ എടുക്കാൻ വകുപ്പുണ്ടായിരുന്നു. കാരണം റെഗുലർ പാസ്പോർട്ടില് ഹോളി ലാൻഡിലെ സീൽ കുത്തിയാൽ പിന്നെ ഗൾഫിൽ കയറാൻ ഒക്കുകയില്ല. അപ്പൊ അതിനെ ഒരു അഡീഷണൽ പാസ്പോർട്ട് എടുത്തു. പക്ഷെ ആ പാസ്പോർട്ട് നമ്മൾ അതിന്റെ 1 year വാലിഡിറ്റി കഴിയുമ്പോൾ സറണ്ടർ ചെയ്യണം. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ ആ പാസ്പോർട്ട് കയ്യിൽ കീപ്പ് ചെയ്തു. റെഗുലർ പാസ്പോർട്ട് റിന്യൂ ചെയ്യേണ്ട സമയമായപ്പോൾ തിരുവനന്തപുരത്ത് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. അവർ കയ്യോടെ പിടിച്ചു, വേർ ഈസ് ദി അതർ പാസ്പോർട്ട്? ഞാൻ ചോദിച്ചു, ഏത് പാസ്പോർട്ട്? ഡോണ്ട് യു ഹാവ് അനദർ പാസ്പോർട്ട്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹോളി ലാൻഡിൽ അത് തന്നെ വലിയ വിഷയമായി. ദിസ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. 2 പാസ്പോർട്ട് സൂക്ഷിച്ചു എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ്. പെട്ടെന്ന് വിട്ടിപ്പോക്കോളാൻ പറഞ്ഞു. ആളങ്ങ് വരും, വന്ന് കൂട്ടിക്കൊണ്ട് പോരുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. പുതുക്കാനും ഒക്കുകയില്ല, പെനാൽറ്റിയും വരും, ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ ആകെ വിഷമിച്ചു. തിരുവനന്തപുരത്ത് അന്ന് പോകണ്ട, ഇന്ന് സേവാകേന്ദ്രം ഒന്നും ഇല്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് പാസ്പോർട്ട് ഓഫീസറെ ഒന്ന് കാണാൻ പറ്റുമോ? ബന്ധുവാണെ കാണാം. പാസ്പോർട്ട് ഓഫീസറുടെ ക്യാബിന്റെ അവിടെ ചെന്നപ്പം ഒരു ബോർഡ് കണ്ടു, സാറാമ്മ. അയ്യോ, എന്റെ മനസ്സങ്ങ് തണുത്ത് കേട്ടോ. പാസ്പോർട്ട് ഓഫീസറെ കാണേണ്ട ഊഴം വന്നു. ഞാൻ അകത്തോട്ട് കയറി. സാറാമ്മ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. സാറാമ്മ അടിമുടി ഒന്ന് നോക്കിയപ്പോൾ കാതയിലും കഴുത്തയിലും ഒന്നുമില്ല. ഞാൻ പെട്ടപാടെ ആത്മാവ് തോന്നിച്ചു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അയ്യോ, സാറാമ്മ അവിടുന്ന് അങ്ങ് എഴുന്നേറ്റു. കാരണം ഒരു അച്ഛനും മറ്റും ഇങ്ങനെയുള്ള ഒരു സാറാമ്മയെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നതൊക്കെ പുതുമയായിരിക്കാം. ഞാൻ ഏതായാലും നല്ല ധൈര്യമായിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. സാറാമ്മ എഴുന്നേറ്റു. അച്ഛാ, വാട്ട് ഹാപ്പൻസ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പശുക്ക് പറ്റി, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. സോ വാട്ട്, യു സിറ്റ് ദെയർ. പെട്ടെന്നൊരു സൂത്രം കിലുക്കി ഒരുത്തം വന്നു. അത് പേപ്പറിലോട്ട് കുറിച്ചു, കണ്ടോൺ ദ ഡിലേ ഇൻ സറണ്ടറിംഗ് ദ സെക്കൻഡ് പാസ്പോർട്ട് ആൻഡ് ഇഷ്യൂ ദ ന്യൂ പാസ്പോർട്ട്. ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ, പാസ്പോർട്ട് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അന്ന് മനസ്സിലാക്കി പ്രൈസ് ദി ലോർഡിന്റെ വില.